ശബരിമലയിൽ ഇപ്പോൾ ഈ മണ്ഡല മകരവിളക്ക് കാലം നടക്കുന്നതിനിടയിൽ തന്നെ അവിടെ ഈ സന്നിധാനത്ത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് സന്നിധാനത്ത് SITയുടെ നിർണായക പരിശോധന കൂടി നടക്കുന്നുണ്ട്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ശാസ്ത്രീയ പരിശോധനകൾക്കായി കട്ടിളപ്പാളികളുടെയും ദ്വാരപാലക ശില്പങ്ങളുടെയും സാമ്പിളുകൾ ശേഖരിക്കും. 1 സെന്റിമീറ്റർ വ്യാപ്തിയിൽ സ്വർണം ശേഖരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിന്റെ FIRന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഈട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും. സന്നിധാനത്ത് നിന്ന് സരീഷ് PK നമുക്കിപ്പോൾ വിവരങ്ങളുമായിട്ടുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മണ്ഡല മകരവിളക്ക് കാലം തുടങ്ങി, സന്നിധാനത്ത് നട തുറന്നു, ഭക്തജന തിരക്കൊക്കെയുമാണ്. അപ്പോഴും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഇന്ന് എപ്പോഴായിരിക്കും സന്നിധാനത്തേക്ക് അന്വേഷണ സംഘം എത്തുക, സാമ്പിളുകൾ ശേഖരിക്കുക? വിവരങ്ങൾ എങ്ങനെയാണ്, ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? SIT സംഘം ഇന്നലെ തന്നെ സന്നിധാനത്തേക്ക് എത്തുകയും ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. SP ശശിധരൻ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ എത്തിയത്. അതിനുശേഷം അവർ 3 മണിയോടെ ഒരു പ്രത്യേക യോഗം ചേർന്നിരുന്നു. അത് 3 വിഭാഗങ്ങളിലാണ്. ഒന്ന് ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ പരിശോധനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഈ സ്വർണം കൃത്യമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഉത്തരവാദിത്വം. 2 പരിശോധനകളാണ് നടക്കുക. ഒന്ന്, ഈ സോപാനത്തിന്റെ കട്ടിള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 1998 അത് നിർമ്മിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയേറെ പഴക്കം ചെല്ലുന്നു, അതിൽ ചില കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് കട്ടിളയുടെയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിന്റെയും സാമ്പിളുകൾ ശേഖരിക്കുക. അവർക്ക് 1 മണി മുതൽ 3 മണി വരെ മാത്രമാണ് സമയം നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് 3 മണിക്ക് നട തുറന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് മാത്രമാണ് നട അടയ്ക്കുക. ആ 1 മണിക്ക് നടയടച്ചാൽ 4 മണിക്കാണ് നട തുറക്കുക. ആ സമയത്തിനുള്ളിലായിരിക്കും ഈ പരിശോധന പൂർത്തിയാക്കുക. തന്ത്രി ആ സമയമാണ് നൽകിയത്. സ്വാഭാവികമായും ആ സമയത്തിനുള്ളിൽ എത്രത്തോളം പരിശോധനകൾ പൂർത്തിയാക്കും എന്നൊരു സംശയം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാമ്പിൾ ശേഖരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് അവിടെ നിന്നും കട്ടളയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും ചില സാമ്പിളുകൾ എടുക്കുകയും അത് കൊച്ചിയിൽ എത്തിച്ച് പരിശോധന നടത്തുകയും ചെയ്യും. അതിന് മുന്നോടിയായി വിജിലൻസിന്റെയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശബരിമല SO, ദേവസ്വം ബോർഡ്, ഒപ്പം തന്നെ തന്ത്രി, ഇത്രയും അനുമതികൾ തേടേണ്ടതുണ്ട്. അതെല്ലാം തേടി അതിനെ രേഖകളാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ പരിശോധനയ്ക്ക് തുടക്കം കുറിക്കുക. എന്തായാലും SIT നിലവിൽ ഇവിടെയുണ്ട്. ഏറ്റവും നിർണായകമാകാൻ പോകുന്ന, അതായത് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒന്നായി ഇന്നത്തെ പരിശോധന മാറും എന്നതിൽ സംശയമില്ല. കാരണം കാലപ്പഴക്കം തീരുമാനിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ചെമ്പ് കലർന്നിട്ടുണ്ടോ, നേരത്തെ എത്രത്തോളം സ്വർണം ഈ കട്ടളയിലും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലും ഉണ്ടായിരുന്നു, അതിൽ ഏതെങ്കിലും രീതിയിൽ ചെമ്പ് കലർന്നിട്ടുണ്ടോ, കൃത്രിമം നടത്തിയിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ എപ്പോഴെങ്കിലും ഇത് എടുത്തു മാറ്റിയിട്ടുണ്ടോ? കാരണം ഒരു കട്ടില ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചാൽ അത് ഇളക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ കേടുപാടുകൾ സംഭവിക്കും. സ്വാഭാവികമായും അത്തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ പരിശോധനയാണ് SIT നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ നിന്നും പ്രത്യേക സംഘത്തെ, ഈ സ്വർണവുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്ന പ്രത്യേക സംഘത്തെ കൊണ്ടുവരികയും അവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ആ പരിശോധന പൂർത്തിയാക്കും എന്ന് തന്നെയാണ്. പരിശോധനയുടെ കാര്യം അങ്ങനെയാണ്. ഇനിയിപ്പോ സന്നിധാനത്തെ തിരക്ക് എങ്ങനെയാണ്? ഇന്നിപ്പോ ആദ്യ ദിനമാണ്, തിരക്ക് എങ്ങനെയാണ്? തിരക്ക് രാവിലെ മുതൽ, അതായത് പുലർച്ചെ മുതലുള്ള തിരക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് 18-ാം പടിയാണ്. ആ 18-ാം പടിയിലൂടെ ആളുകൾ മുകളിലേക്ക് കയറി, സ്വാമിമാർ മുകളിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇടമുറിയാതെ ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും പമ്പയിൽ നിന്നും ആളുകൾ കയറുന്നതിന് പോലും വലിയ തിരക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ 55,000-ലേറെ, അതായത് 1,00,000-ലേറെ ആളുകൾ ദർശനം പൂർത്തിയാക്കി മടങ്ങിക്കഴിഞ്ഞു. അവരും നിലവിൽ ചില ആളുകളെങ്കിലും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം അഭിഷേകം നടത്തി പൂർത്തിയാക്കിയിട്ട് വേണം മലയിറങ്ങാൻ. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഇന്ന് പുലർച്ചെ മുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ചില സമയങ്ങളിൽ 18-ാം പടി കയറി നേരെ ശ്രീകോവിലേക്ക് കയറ്റുകയും അവിടെ നിന്ന് ദർശനം പൂർത്തിയാക്കി മടക്കി വിടുകയും ചെയ്യുന്നൊരു രീതി പരീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ആദ്യ നാളുകളിൽ സ്വാഭാവികമായും വലിയ ഭക്തജന തിരക്കുണ്ടാവും. അപ്പോൾ നേരെ ശ്രീകോവിലിനകത്തേക്ക് കയറ്റി വിട്ടാൽ അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ
സ്വാഭാവികമായി പണ്ടുണ്ടായിരുന്ന രീതിയിൽ ഈ ഫ്ലൈ ഓവറിലേക്ക് കയറ്റുക, അതായത് 18ാം പടിയിൽ കയറി നേരെ സോപാനത്തിന് മുന്നിലേക്ക് എത്തുന്നു, അവിടെ നിന്നും ഇടതു മാറി ഈ ഫ്ലൈ ഓവറിലേക്ക് കയറി ഫ്ലൈ ഓവറിന് മുകളിലൂടെ 4 വരിയായി താഴേക്ക് ഇറങ്ങി സോപാനത്തിന് മുന്നിലേക്ക് എത്തി ദർശനം നടത്തി പൂർത്തിയാക്കി മടങ്ങുക എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് ഇത്തവണയും അവലംബിക്കുന്നത്. കുട്ടികൾക്കും അതോടൊപ്പം തന്നെ പ്രായമായവർക്കും മാത്രമായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ തിരക്ക് ഇന്നലത്തിന് സമാനമായി ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ അല്ലെങ്കിൽ നടപ്പന്തലിൽ വലിയ ക്യൂ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ സരീഷ്, ശരി. അപ്പോൾ